ഇപ്പൊ നമ്മുടെ എന്താ കളം അറ്റ് 24 എന്ന് പറഞ്ഞ സിനിമ, അതെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ട്രാഫിക്കിങ്, അങ്ങനത്തെ കുറച്ച് സാക്രിഫൈസ് ഒക്കെയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, ഇപ്പൊ സ്വന്തമായിട്ട് എഴുതിയ ഒരു കഥയാണല്ലോ, എന്താണ് അങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് സ്ക്രിപ്റ്റ് ചെയ്തത്? ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറെ ആർക്കും അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ആദ്യം ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ഫ്രണ്ട്സിൻ്റെ ആലോചിച്ചു നമുക്ക് എന്താ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ആലോചിച്ചു ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലോൺ എടുത്ത് ക്യാമറ സ്വന്തമായിട്ട് വാങ്ങിച്ചു. ആദ്യത്തെ നല്ല ക്യാമറ വേണം, ക്യാമറ സ്വന്തമായിട്ട് ലോൺ എടുത്ത് ക്യാമറ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അതിനാണ് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സിനിമ ചെയ്യാം. വലിയൊരു ചെറിയ നമ്മളെ മേക്കിവേഷൻ എല്ലാം കൂടെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ടി വിക്കകത്ത് ന്യൂസ് കണ്ടു. ആ ന്യൂസിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ സിനിമ കഥ ഉണ്ടാകുന്നത്. അതിനെ ഈ സിനിമയെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, ആ ന്യൂസ് ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. പൊതുവെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ ഈ ടോപ്പിക്. അപ്പൊ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന മൂവി സസ്പെൻസ് തന്നെ എടുത്തത്? എന്തുകൊണ്ടാണ് ആ ഒരു ജോൺ അതിനോട് താല്പര്യമുണ്ടോ? സസ്പെൻസ് എനിക്ക് എല്ലാ ജോണും ചെയ്യും. സസ്പെൻസ് ഉണ്ട്, തെലുങ്ക് മൂവി ഉണ്ട്, കോമഡിക്ക് വേണ്ടി സംഭവം ഉണ്ട്, പിന്നെ ഫാന്റസി ഉണ്ട്, അങ്ങനെ കുറെ കഥകളുണ്ട്. അപ്പൊ എല്ലാ ജോണും ചെയ്യുന്നതിന് ആഗ്രഹമുണ്ട്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ആഗ്രഹം 27 മൂവി ഒരു പിടിച്ചു കിട്ടുവാനും സംഭവിച്ചോ. അത് ഭയങ്കര ഇഷ്ടമാണ്. കളം അറ്റ് 24 എന്ന് പറഞ്ഞ സിനിമയില് ഡയറക്റ്റും ചെയ്തു, കഥയും എഴുതി. അപ്പൊ പൊതുവെ എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ കപ്പിത്താനാണ് ഡയറക്ടർ, എല്ലാം നോക്കണം. അപ്പൊ എങ്ങനെയാണ് ഒരു മൾട്ടി ടാസ്കിങ് ചെയ്തത്? കഥയും എഴുതി, ഡയറക്റ്റും ചെയ്ത്, എങ്ങനെ അത് ബാലൻസ് ചെയ്തു എല്ലാം? ഓൺലി കഥ തിരക്കഥയൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അറിയാം സിനിമ ലൊക്കേഷനൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട് എങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം എക്സ്പീരിയൻസിലാണ് ചെയ്തത്. അപ്പൊ പൊതുവെ നമുക്ക് സിനിമ ഡയറക്ട് ചെയ്യുമ്പോ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. ആദ്യത്തെ 2 വർഷം ഷൂട്ട് ക്ലിയറായതും തലവേദന വെച്ചു ആശുപത്രി കിപ്പ് ചെയ്തു 2 ദിവസം. ടെൻഷൻ കയറിയിട്ട് ഈ ചെവിയൊക്കെ ഇത് കംപ്ലൈന്റ് ആണ്, ബോളും കൂടി കേൾക്കാറ്. ബോളും കൂടിപ്പം തലവേദനയായിട്ട് BP ലോ ആയി ആശുപത്രി കിപ്പ് ചെയ്തു 2 ദിവസം. അപ്പൊ ഇപ്പൊ ടെൻഷൻ നമുക്ക് പൊതുവെ എന്തൊരു സാധനം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നല്ലോ, അതിന് പകരം ഞാൻ വേറൊരു എക്സ്പീരിയൻസ്, ലൈക്ക് സിനിമ ഇറങ്ങി തിയേറ്ററില് അത് ഓടുന്നു, ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഈ ചോദ്യം എല്ലാ പേര് എഴുതി ഭയങ്കര സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷല്ലേ. ഇപ്പൊ കളം അറ്റ് 24 കാസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ളും പുതുമുഖങ്ങളാണ് അല്ലെ? ഫസ്റ്റ് ആയിട്ട് പുതുമുഖങ്ങളാണ്. അപ്പൊ ഇപ്പൊ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് ആ ഒരു ക്യാരക്ടർ കൊടുക്കണല്ലോ ഒരാൾക്ക്. അപ്പൊ പുതുമുഖങ്ങളാണ്, ഇപ്പൊ മുന്നേ ചെയ്തിട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഇപ്പൊ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്? അത് ആദ്യത്തെ 2 ദിവസം കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അവർക്ക് ഈ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്, അവര് ഞാൻ പറയുന്നത് കേൾക്കും. അങ്ങനെ കേട്ട് അവർക്ക് മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഒരു എന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പോയി, പിന്നെ ഒരു ഫ്ലോയില് പോയി. അപ്പൊ ഇനി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഇനി ആരെ വെച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം? എന്നാലും നമ്മളിപ്പോ സിനിമ ആലോചിക്കുമ്പോ നമുക്കൊരു ഫേവറേറ്റ് പേഴ്സൺ ഉണ്ടാവല്ലോ, അല്ലെങ്കിൽ ആ ആളെ വെച്ച് എനിക്ക് സിനിമ ചെയ്യണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെ, ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുമ്പോ തന്നെ ചെയ്യുന്ന
അത് അതിനെപ്പറ്റി ചിന്തിക്കില്ല, അത് ദൈവത്തിൻ്റെ കയ്യിൽ. പക്ഷേ എന്നാലും അടുത്ത പടം ചെയ്യുമ്പോൾ മലയാളത്തിൽ ലീഡിങ് ആയിട്ടിരിക്കുന്ന ആർട്ടിസ്റ്റിനെ ചെയ്യാൻ ആഗ്രഹം. ഒന്നിനു പോയിട്ട് കഥ വാങ്ങിയിട്ടുണ്ട്. അത് നടക്കട്ടെ, തപ്പും പറയാം. അത് ആ സമയമാകുമ്പോ പറയുന്നത്.